ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ ബാങ്കിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഇതൊരു പബ്ലിക് സെക്ടർ ആയിട്ടുള്ള ഒരു ബാങ്കാണ്. അപ്പോൾ ഈ ഒരു ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ചെന്നൈയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ വിവിധ ബ്രാഞ്ചുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ 380ഓളം വേക്കൻസി ഇതിലുണ്ട്. ഇതിന് എക്സാം ഒക്കെ ഉണ്ടായിരിക്കും, എക്സാമോ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഇതിലേക്ക് സെലക്ഷൻ നടക്കുക. അപ്പോൾ ഇതിലേക്കുള്ള പോസ്റ്റിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇതിൽ എക്സാം സെൻറ്റർ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് എക്സാം ഒക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും പോസ്റ്റ്, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം 312 പോസ്റ്റാണ് ഉള്ളത്. 312 പോസ്റ്റിൽ 60 ടൈപ്പ് പോസ്റ്റ്, 60 വിഭാഗം പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷ നൽകാം. അതുപോലെ തന്നെ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളെയും ഫ്രഷേഴ്സിനും അവസരമുണ്ട്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് ഈ 19ാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറയുന്ന ഇതിലേക്ക് 180ഓളം വേക്കൻസി ഉണ്ട്. ഈ 180 വേക്കൻസി എന്താണ് ഫ്രഷേഴ്സിന് വേണ്ടി ഉള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം എന്തൊക്കെയാണ്, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, എങ്ങനെ അത് അപേക്ഷിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും. അപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ അപേക്ഷ നൽകുന്നതിൻ്റെ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നതിൻ്റെ ഒരു ഡെമോ വീഡിയോ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളൊരു കറക്റ്റായിട്ട് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതിനുള്ള ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് 24/5/2022 മുതലാണ്. ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി 14/6/2022 ആണ്. ഇത് നമുക്ക് പോസ്റ്റും അതിൻ്റെ വേക്കൻസിയും ഓരോ പോസ്റ്റിന് എത്ര വേക്കൻസി ഉണ്ട് നോക്കാം. ജസ്റ്റ് നമ്മളൊന്ന് സ്പീഡായിട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ ഇതിൻ്റെ റിസർവേഷൻ ലിസ്റ്റിംഗ് കാണാം. അതും നമ്മൾ പറയുന്നത് കാരണം 3 പോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയാം വീഡിയോയുടെ ആ ഡ്യൂറേഷൻ കൂടും. അതുകൊണ്ട് നമ്മൾ വളരെ സ്പീഡാണ് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോസ്റ്റ് കോഡാണ്. പോസ്റ്റ് കോഡുടെ സീരിയൽ നമ്പർ പ്രകാരമാണ് 1, 2, 3 എന്നുള്ള ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റ് കോഡിൽ സീനിയർ മാനേജറാണ്, ക്രെഡിറ്റിൽ 10 വേക്കൻസി ആണുള്ളത്. രണ്ടാമത്തെ പോസ്റ്റ് മാനേജർ ക്രെഡിറ്റിൽ 50 വേക്കൻസി. മൂന്നാമത്തെ പോസ്റ്റ് സീനിയർ മാനേജർ അക്കൗണ്ട്സിൽ 2 വേക്കൻസി. നാലാമത്തെ പോസ്റ്റ് മാനേജർ അക്കൗണ്ട്സിൽ 3 വേക്കൻസി. അഞ്ചാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ അക്കൗണ്ട്സിൽ 5 വേക്കൻസി. ആറാമത്തെ പോസ്റ്റ് മാനേജർ അക്കൗണ്ട്സിൽ 2 വേക്കൻസി. ഏഴാമത്തെ പോസ്റ്റ് ചീഫ് മാനേജർ റിസ്ക് മാനേജ്മെന്റിൽ 1 വേക്കൻസി. എട്ടാമത്തെ സീനിയർ മാനേജർ റിസ്ക് മാനേജ്മെന്റിൽ 1 വേക്കൻസി. ഒൻപതാമത്തെ പോസ്റ്റിന് സീനിയർ മാനേജ്മെന്റ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ 1 വേക്കൻസി. പത്താമത്തത് മാനേജർ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ 1 വേക്കൻസി. 11ാമത്തത് മാനേജർ സെക്ടർ സ്പെഷ്യലിസ്റ്റ് NBFCയിൽ 1 വേക്കൻസി. 12ാമത്തത് മാനേജർ സെക്ടർ സ്പെഷ്യലിസ്റ്റ് മെറ്റലിൽ 1 വേക്കൻസി. 13ാമത് മാനേജർ സെക്ടർ സ്പെഷ്യലിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ 1 വേക്കൻസി. 14ാമത്തത് ചീഫ് മാനേജർ ഡാറ്റ അനലിസ്റ്റിൽ 1 വേക്കൻസി. 15ാമത്തത് സീനിയർ മാനേജർ ഡാറ്റ അനലിസ്റ്റിൽ 1 വേക്കൻസി. 16ാമത്തത് മാനേജർ സ്റ്റാറ്റിസ്റ്റീഷ്യൻ 3 വേക്കൻസി. 17ാമത് ചീഫ് മാനേജർ ഇക്കണോമിസ്റ്റിൽ 1 വേക്കൻസി. 18ാമത് മാനേജർ ഇക്കണോമിസ്റ്റിൽ 1 വേക്കൻസി. 19ാമത് അസിസ്റ്റന്റ് മാനേജറിലാണ്, ഇതിൽ 180 വേക്കൻസിയാണ്. 20ാമത് സീനിയർ മാനേജർ കോപ്പറേറ്റീവ് കമ്മ്യൂണിക്കേഷനിൽ 1 വേക്കൻസി. 21ാമത് മാനേജർ സെക്യൂരിറ്റിയിൽ 14 വേക്കൻസി. 22ാമത് മാനേജർ ഡീലറിൽ INR സ്പോട്ടിൽ 1 വേക്കൻസി. 23 മാനേജർ ഡീലറിൽ INR SWAPൽ 1 വേക്കൻസി. 24 മാനേജർ INR ക്രോസിൽ 1 വേക്കൻസി. 25 മാനേജർ INR ഡെറിവേറ്റീവ്സിൽ 1 വേക്കൻസി. 26 മാനേജർ ഡൊമസ്റ്റിക് SLRൽ 1 വേക്കൻസി. 27 മാനേജർ ഡൊമസ്റ്റിക്കിൽ എക്വിറ്റിയിൽ 1 വേക്കൻസി. 28 മാനേജർ ഡൊമസ്റ്റിക്കിൽ NSLRൽ 1 വേക്കൻസി. 29 മാനേജർ ഡീലർ ഡൊമസ്റ്റിക് ഡെറിവേറ്റീവ്സിൽ 1 വേക്കൻസി. 30 മാനേജർ ബുല്ലിയൻ എക്സ്ചേഞ്ചിൽ 1 വേക്കൻസി. 31 മാനേജർ IT സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ വിൻഡോസിൽ 1 വേക്കൻസി. 32 മാനേജർ IT സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ലിനക്സിൽ 1 വേക്കൻസി. 33 മാനേജർ ITയിൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ ഒറാക്കിൾ DBയിൽ 1 വേക്കൻസി. 34 മാനേജർ സീനിയർ മാനേജർ IT മിഡിൽ വെയർ അഡ്മിനിസ്ട്രേഷൻ വെബ് ലോജിക്ക് 1 വേക്കൻസി. 35 സീനിയർ മാനേജർ IT വിർച്വലൈസേഷൻ സ്പെഷ്യലിസ്റ്റ് ആൻഡ് ആർക്കിടെക്റ്റിൽ 1 വേക്കൻസി. 36 മാനേജർ IT വിർച്വലൈസേഷൻ സ്പെഷ്യലിസ്റ്റ് 1 വേക്കൻസി. 37 ചീഫ് മാനേജർ IT 1 വേക്കൻസി. 38 സീനിയർ മാനേജർ API ഡെവലപ്പറിൽ 1 വേക്കൻസി. 39 സീനിയർ മാനേജർ IT ആപ്ലിക്കേഷൻ ഇൻ്റഗ്രേഷൻ സ്പെഷ്യലിസ്റ്റ് 2 വേക്കൻസി. 40 സീനിയർ മാനേജർ IT യൂസർ എക്സ്പീരിയൻസ് 1 വേക്കൻസി. 41 സീനിയർ മാനേജർ IT യൂസർ ഇൻ്റർഫേസ് ഡെവലപ്പറിൽ 2 വേക്കൻസി. 42 മാനേജർ IT സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനാണ് .NET വിഷ്വൽ സ്റ്റുഡിയോ, ഇതിലൊക്കെ 2 വേക്കൻസി. 43 മാനേജർ IT സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ജാവ ടെക്നോളജീസിൽ 3 വേക്കൻസി. 44 സീനിയർ മാനേജർ IT DevOps എഞ്ചിനീയറിൽ 2 വേക്കൻസി. 45 സീനിയർ മാനേജർ IT നെറ്റ്വർക്ക് റൂട്ടിംഗ് ആൻഡ് സ്വിച്ചിങ് സ്പെഷ്യലിസ്റ്റ് 2 വേക്കൻസി.
46 സീനിയർ മാനേജർ IT നെറ്റ്വർക്ക് സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് 2 വേക്കൻസി. 47 സീനിയർ മാനേജർ IT സെക്യൂരിറ്റി എക്സ്പേർട്ട് 1 വേക്കൻസി. 48 സീനിയർ മാനേജർ IT സെക്യൂരിറ്റി എക്സ്പേർട്ടിൽ 1 വേക്കൻസി. 49 സീനിയർ മാനേജർ IT ക്ലൗഡ് സൊല്യൂഷൻ ആർക്കിടെക്റ്റിൽ 1 വേക്കൻസി. 50 മാനേജർ ITയിൽ 2 വേക്കൻസി. 51 മാനേജർ ITയിൽ 3 വേക്കൻസി. 55 മാനേജർ പ്യൂർടെക് ഓർ ഇന്നോവേഷനിൽ ഡിജിറ്റൽ ബാങ്കിങ്ങിൽ 2 വേക്കൻസി. 53 സീനിയർ മാനേജർ IT പ്യൂർടെക് ഡിജിറ്റൽ ബാങ്കിങ്ങിൽ 1 വേക്കൻസി. ദെൻ 54 അസിസ്റ്റന്റ് മാനേജർ ITയിൽ 5 വേക്കൻസി. 55 മാനേജർ ITയിൽ 2 വേക്കൻസി. 56 മാനേജർ ITയിൽ 3 വേക്കൻസി. ദെൻ 57 അസിസ്റ്റന്റ് മാനേജർ ITയിൽ 2 വേക്കൻസി. ദെൻ 58 മാനേജർ ITയിൽ 2 വേക്കൻസി. ദെൻ 59 മാനേജർ IT മെർച്ചൻ്റ് അക്വയറിങ്ങിൽ 2 വേക്കൻസി. ദെൻ അടുത്തത് സീനിയർ മാനേജർ മെർച്ചൻ്റ് അക്കൗണ്ടിങ്ങിൽ 1 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടൽ SC കാൻഡിഡേറ്റ്സിന് 45 വേക്കൻസിയും STക്ക് 31, OBCക്ക് 79, EWSന് 29, ജനറലിന് 128 വേക്കൻസിയും, അങ്ങനെ ടോട്ടൽ 312 വേക്കൻസിയാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു അപേക്ഷ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ അപേക്ഷിക്കാവൂ എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ പേ സ്കെയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് സ്കെയിൽ 1 എന്നുള്ളിടത്ത് നിങ്ങൾക്ക് നോക്കാം. സ്കെയിൽ 1 എന്നുള്ള 63,840 വരും. സ്കെയിൽ 2 69,810 വരും. ദെൻ സ്കെയിൽ 3 78,230. സ്കെയിൽ 4 59,890 ആണ്. അതിന്റെ ഒരു ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് അതായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ DA, CCA, HR അല്ലെങ്കിൽ അക്കോമഡേഷൻ, ലീവ് ഫെയർ കൺസെഷൻ, മെഡിക്കൽ എയ്ഡ്, ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് തുടങ്ങി ഒട്ടനവധി ബെനിഫിറ്റുകൾ ഇതിൻ്റെ കൂടെ സാലറിയുടെ പുറമെ നമുക്കുണ്ടായിരിക്കും. അത് ബാങ്കിൻ്റെ റൂൾ പ്രകാരം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ വരുന്നത് ഇതിൻ്റെ ഏജ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏജ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് കൂടെ പറയുന്നുണ്ട്. 1/1/2022 ഉള്ളിൽ നമ്മളത് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. പോസ്റ്റ് കോഡ് 1 സീനിയർ മാനേജർ ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഇതിൽ മിനിമം 25 വയസ്സാണ്, മാക്സിമം 38 വയസ്സാണ്. അപ്പം ഈ വിളിച്ചിരിക്കുന്ന എല്ലാ പോസ്റ്റിനും സാധാരണ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം എക്സ് സർവീസ്മാൻ അതിനനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ CA അല്ലെങ്കിൽ ICW ആണ്. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ CA ഉള്ളവർക്ക് ICW അതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാം. ദെൻ രണ്ടാമത്തത് മാനേജർ ക്രെഡിറ്റ് ആണ്. മിനിമം 23 വയസ്സ്, മാക്സിമം 35 ആണ്. CA അല്ലെങ്കിൽ ICW ഉള്ളവർക്ക് അപേക്ഷ നൽകാം. മിനിമം 3 വർഷമാണ് എക്സ്പീരിയൻസ്. അപ്പോൾ എക്സ്പീരിയൻസിൻ്റെ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വലിയൊരു നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട്, ഒരുപാട് പോസ്റ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എല്ലാം കവർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ വളരെ ലെങ്തി ആവും. അപ്പോൾ മൂന്നാമത്തെ പോസ്റ്റ് സീനിയർ മാനേജർ അക്കൗണ്ട്സ്, മിനിമം 25, മാക്സിമം 38. CA ആണ് ഇതിൻ്റെ യോഗ്യത. അതോടൊപ്പം 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ നാലാമത്തെ പോസ്റ്റ് മാനേജർ അക്കൗണ്ട്സ്, മിനിമം 23 വയസ്സ്, മാക്സിമം 35. CA ആണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ അഞ്ചാമത്തത് അസിസ്റ്റന്റ് മാനേജർ അക്കൗണ്ട്സ് ആണ്. മിനിമം 20, മാക്സിമം 30 വയസ്സാണ്. CA ആണ് ഇതിൻ്റെ യോഗ്യത. ഈ ഒരു പോസ്റ്റിന് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അപ്പം അഞ്ചാമത്തെ ആ ഒരു പോസ്റ്റ് കോഡിൽ വരുന്ന അസിസ്റ്റന്റ് മാനേജർ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഈ പോസ്റ്റിന് യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട. ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാം. CA ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ദെൻ ആറാമത്തത് മാനേജർ അക്കൗണ്ട്സ്, മിനിമം 23, മാക്സിമം 35. CA അല്ലെങ്കിൽ CS ഉള്ളവർക്ക് അപേക്ഷ നൽകാം. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ ഏഴാമത്തത് ചീഫ് മാനേജർ റിസ്ക് മാനേജ്മെന്റിലാണ്. മിനിമം 27, മാക്സിമം 40 വയസ്സാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപേക്ഷ നൽകാം. അതുപോലെ തന്നെ GRPയിൽ നിന്നുള്ള FRMO, PRMIയിൽ നിന്നുള്ള PRMO കഴിഞ്ഞവർക്കും അപേക്ഷ നൽകാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ ഗ്രാജുവേഷനും അതോടൊപ്പം തന്നെ FRMO, PRMO ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഗ്രാജുവേഷനും FRMO ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഗ്രാജുവേഷനും PRMO ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അവസരം. 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇതിന് എട്ടാമത് സീനിയർ മാനേജർ റിസ്ക് മാനേജ്മെന്റ് ആണ്. മിനിമം 25, മാക്സിമം 38 ആണ്. ഇതിലും ഇതുപോലെ മുകളിൽ പറഞ്ഞത് സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഗ്രാജുവേഷനും FRMO അല്ലെങ്കിൽ ഗ്രാജുവേഷനും PRMO ഉണ്ടായിരിക്കണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതിൽ. ഇതിന് ഒൻപതാമത്തെ പോസ്റ്റ് സീനിയർ മാനേജർ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആണ്. മിനിമം 25, മാക്സിമം 38 ആണ്. ഇതിൽ ബിസിനസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫൈനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ കൊമേഴ്സ്
ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ CA ഉള്ളവർക്ക് അപേക്ഷ നൽകാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷനോ അതോടൊപ്പം FRMO അല്ലെങ്കിൽ PRMO ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ദെൻ 10ാമത്തത് മാനേജർ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നാണ്. മിനിമം 23 വയസ്സ്, മാക്സിമം 35 ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സീനിയർ മാനേജർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൻ്റെ അതേ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഞാനത് വായിക്കുന്നില്ല. അപ്പോൾ മുകളിൽ 9ാമത്തെ പോസ്റ്റിൻ്റെ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് 10ാമത്തെ പോസ്റ്റിന് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ എക്സ്പീരിയൻസ് 3 വർഷം മതി എന്നുള്ളതാണ്. ദെൻ 11ാമത് മാനേജർ സെക്ടർ സ്പെഷ്യലിസ്റ്റ് ആണ്. NBFCയിൽ മിനിമം 23 വയസ്സ്, മാക്സിമം 35 ആണ്. ഇതിനും മുകളിൽ പറഞ്ഞിരിക്കുന്ന 10ാമത്തെ പോസ്റ്റിൻ്റെ അതേ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. ഇതിൽ ഏതെങ്കിലും ബിസിനസ്സിലോ മാനേജ്മെൻറ്റിലോ അഡ്മിനിസ്ട്രേഷനിലോ ഫൈനാൻസിലോ ബാങ്കിങ്ങിലോ റിസ്ക് മാനേജ്മെൻറ്റിലോ കൊമേഴ്സിലോ ഇതിലേതെങ്കിലും PG ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാം. അല്ലെങ്കിൽ CA ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിയോ അതോടൊപ്പം തന്നെ FRMO PRMO ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ ഇനി 12ാമത്തെ പോസ്റ്റും 13ാമത്തെ പോസ്റ്റും എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന 11ാമത്തെ പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ 10ാമത്തെ പോസ്റ്റ് ഇതിൻ്റെയൊക്കെ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ 3 വർഷം തന്നെയാണ്, ഇവിടെ 3 വർഷം തന്നെയാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഇനി അടുത്ത 14ാമത്തെ പോസ്റ്റ് ചീഫ് മാനേജറാണ്. ഡാറ്റ അനലിസ്റ്റ്, മിനിമം 27, മാക്സിമം 40 വയസ്സാണ്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോട് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിലോ IT-ലോ ഡാറ്റ സയൻസിലോ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ആൻഡ് AIയിലോ ഇതിൽ ഏതെങ്കിലും ഒരു BTechോ അല്ലെങ്കിൽ BEയോ അല്ലെങ്കിൽ MTechോ അല്ലെങ്കിൽ MBAയോ കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. then 15ാമത് സീനിയർ മാനേജർ ഡാറ്റ അനലിസ്റ്റ് ആണ്. അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്ന 14ാമത്തെ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇതിനും വേണ്ടത്. 14ാമത്തെ പോസ്റ്റിൻ്റെ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് 15ാമത്തെ പോസ്റ്റിൻ്റെയും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 3 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഇത് 5 വർഷം എക്സ്പീരിയൻസ് വേണം. 14ാമത്തത് 15ാമത്തതിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 14ഉം 15ഉം സെയിം ആണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിനടുത്ത് 16 മാനേജറാണ്, സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ്. മിനിമം 25 വയസ്സ്, മാക്സിമം 35 ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിലോ അല്ലെങ്കിൽ അപ്ലൈഡ് സ്റ്റാറ്റിക്സിലോ ഉള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് ഇതിൽ ചോദിക്കുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിനടുത്തത് 17 ചീഫ് മാനേജർ ഇക്കണോമിസ്റ്റ് ആണ്. മിനിമം 27, മാക്സിമം 40 ആണ്. അപ്പോൾ എക്കണോമിക്സിലോ അല്ലെങ്കിൽ ഇക്കണോമെട്രിക്സിലോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷ നൽകാം. 7 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ദെൻ 18ാമത്തത് മാനേജർ ഇക്കണോമിസ്റ്റ് ആണ്. മിനിമം 25 വയസ്സ്, മാക്സിമം 35. അപ്പോൾ എക്കണോമിക്സിലോ അല്ലെങ്കിൽ എക്കണോമെട്രിക്സിലോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി തന്നെയാണ് ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻ. ഇതിന് 3 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ദെൻ 19ാമത്തത് അസിസ്റ്റന്റ് മാനേജർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫീസറാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് ആണ് 150 വേക്കൻസി ഉണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന് 150 വേക്കൻസി ആണുള്ളത്. അപ്പോൾ 19ാമത്തെ പോസ്റ്റിന് 150 വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ മിനിമം ഏജ് 20, മാക്സിമം 30 ആണ് ഏജ് കണക്കാക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സിവിൽ, ഇത് ഈ ബ്രാഞ്ചിൽ ഏതെങ്കിലും ഒരു BEയോ അല്ലെങ്കിൽ BTechോ ഉള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇതിന് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അപ്പോൾ ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാവുന്ന ഒരു വലിയൊരു കൂടുതൽ വേക്കൻസി ഉള്ളൊരു പോസ്റ്റാണ് ഈ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് 20ാമത്തത് സീനിയർ മാനേജർ കോർപ്പറേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. 25, മിനിമം ഏജ്, മാക്സിമം 38. ഇതിന് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ജേർണലിസത്തിലോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇതിന് 21 മാനേജർ സെക്യൂരിറ്റി ആണ്. മിനിമം 25, മാക്സിമം 40 ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയും അതോടൊപ്പം തന്നെ 3 മാസം ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും നമ്മളടുത്ത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇനി അതല്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ ചെയ്യേണ്ടതില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിന് 22 മാനേജർ ആണ് INR സ്പോട്ടിൽ. മിനിമം 23 വയസ്സ്, മാക്സിമം 35. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോഴ്സ് ഫോർ ദ ഡീലിംഗ് റൂം ഓപ്പറേഷനിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റും വേണമെന്ന് പറയുന്നുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 23, 24, 25, 26, 27, 28, 29, 30 ഇത്രയും പോസ്റ്റ്. അപ്പോൾ 22 മുതൽ 30 വരെയുള്ള ഈ ഒരു പോസ്റ്റ് കോഡിൽ വരുന്ന ഇത്രയും പോസ്റ്റിന് സെയിം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ 22ൻ്റെ ആ ക്വാളിഫിക്കേഷൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ തന്നെയാണ് എല്ലാ പോസ്റ്റിനും വരുന്നത്. ഇതിൻ്റെ ഏജും എന്താണ്, സെയിം തന്നെയാണ്. അപ്പോൾ 23 to 35 വയസ്സാണ് ഏജും വരുന്നത്. എന്നാൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാത്തിലും 3 year എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ആ ഫീൽഡിൽ വ്യത്യാസമുണ്ട്. INR
SWIP ആണ്, ഇവിടെ ക്രോസ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം, നിങ്ങൾക്ക് ആ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിവിടെ പറയുന്നുണ്ട് 3 വർഷം തന്നെയാണ് ആ ഫീൽഡ് മാറുന്നുണ്ടെന്ന് മാത്രമാണ്. അപ്പോൾ അത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ ബാക്കി വരുന്ന 31 മുതൽ 60 വരെയുള്ള പോസ്റ്റിൻ്റെ കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായുള്ള ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. അപ്പം പോസ്റ്റ് കോഡ് 31 മുതൽ 60 വരെയുള്ള ആ ഒരു പോസ്റ്റിൻ്റെ കോഡ്, ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ പറയുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ടെക്നോളജി ഡിഗ്രി കഴിഞ്ഞവർക്കോ ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ദെൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷ നൽകാം. ഇനി അതും അല്ലെങ്കിൽ DOE ACC B ലെവൽ പാസ്സായിട്ടുള്ള ബിരുദധാരികൾക്കും ഇതിലേക്ക് അപേക്ഷ നൽകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ 31 മുതൽ 60 വരെയുള്ള പോസ്റ്റ് കോഡിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അപ്പോൾ അതിൻ്റെ ആ ഒരു മെയിൻ അടിസ്ഥാനപരമായിട്ടുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു കോളത്തിൽ ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ഇനി കോളത്തിൽ എക്സ്പീരിയൻസ് മാത്രമേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം സെയിം കോമൺ ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ പറയുന്നത് 31 മുതൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, അതാ 31 മുതൽ 60 വരെയാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം 30ാമത്തെ പോസ്റ്റ് കോഡ് ഇവിടെ ഉണ്ട്. മാനേജർ IT സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ വിൻഡോസിലാണ്. മിനിമം 23, മാക്സിമം 35, 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 32 മാനേജർ IT സിസ്റ്റമാണ്, ലിനക്സ് ആണ്, 23 വയസ്സ് മിനിമം, മാക്സിമം 35, 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിന് അടുത്തത് 33 മാനേജർ IT ഡാറ്റാബേസിൽ, ഇതിൽ 23 വയസ്സ് മിനിമം, മാക്സിമം 35, 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിന് 34 സീനിയർ മാനേജർ ITയിൽ വെബ്ലോജിക്കിൽ 25 മിനിമം ഏജ്, മാക്സിമം 38, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 36 ദെൻ സീനിയർ മാനേജർ എന്നാണ്, വിർച്വലൈസേഷൻ സ്പെഷ്യലിസ്റ്റ് ആൻഡ് ആർക്കിടെക്ട് ആണ്, മിനിമം 25 വയസ്സ്, മാക്സിമം 38, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ 36 മാനേജർ IT വിർച്വലൈസേഷൻ സ്പെഷ്യലിസ്റ്റ്, 23 വയസ്സ് മിനിമം, മാക്സിമം 35, 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ 37 ചീഫ് മാനേജർ ESB ആൻഡ് APIയിൽ 27 മിനിമം ഏജ്, മാക്സിമം 40, 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 38 സീനിയർ മാനേജർ API ഡെവലപ്പർ ആണ്, മിനിമം 25, മാക്സിമം 38 വയസ്സാണ്, മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 39 സീനിയർ മാനേജർ IT ആപ്ലിക്കേഷൻ ഇൻ്റഗ്രേഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്, മിനിമം 25 വയസ്സ്, മാക്സിമം 38, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ 40 സീനിയർ മാനേജർ IT യൂസർ എക്സ്പീരിയൻസ്, ഇതിൽ മിനിമം 25, മാക്സിമം 38 ആണ്, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 41 സീനിയർ മാനേജർ യൂസർ ഇൻ്റർഫേസ് UI ഡെവലപ്പർ ആണ്, ഇതിൽ മിനിമം 25 വയസ്സ്, മാക്സിമം 38, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ 42 മാനേജർ IT സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്, ഇതിൽ മിനിമം 23, മാക്സിമം 35, 5 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. ദെൻ 43 മാനേജർ IT സോഫ്റ്റ്വെയർ ഡെവലപ്പർ ജാവ ടെക്നോളജീസിൽ മിനിമം 25, മാക്സിമം 35 ആണ്, 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. 44 സീനിയർ മാനേജർ DevOps എഞ്ചിനീയർ ആണ്, മിനിമം 25, മാക്സിമം 38, 5 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. ദെൻ 45 സീനിയർ മാനേജർ IT നെറ്റ്വർക്ക് റൂട്ടിംഗ് ആൻഡ് സ്വിച്ചിങ് സ്പെഷ്യലിസ്റ്റ് ആണ്, മിനിമം 25, മാക്സിമം 38, മിനിമം 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. 46 സീനിയർ മാനേജർ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്, മിനിമം 25, മാക്സിമം 38 ആണ്, 5 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. 47 സീനിയർ മാനേജർ IT സെക്യൂരിറ്റി എക്സ്പെർട്ട് ആണ്, മിനിമം 25, മാക്സിമം 38 വയസ്സാണ്, 5 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. 48 സീനിയർ മാനേജർ IT സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഇതിൽ മിനിമം 25, മാക്സിമം 38 ആണ്, 5 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. 49 സീനിയർ മാനേജർ ക്ലൗഡ് സൊല്യൂഷൻ ആർക്കിടെക്ട് ആണ്, മിനിമം 25, മാക്സിമം 38 വയസ്സാണ്, 4 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. ദെൻ 50 മാനേജർ IT മിനിമം 23, മാക്സിമം 35, മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 51 മാനേജർ IT മിനിമം 23, മാക്സിമം 35 വയസ്സാണ്, മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ 52 മാനേജർ IT പ്യുവർ ടെക് ഇന്നോവേഷൻ ഡിജിറ്റൽ ബാങ്കിങ് ആണ്, മിനിമം 25 വയസ്സ്, മാക്സിമം 35, 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ 53 സീനിയർ മാനേജർ പ്യുവർ ടെക് ഇന്നോവേഷൻ, ഇതിൽ മിനിമം 25, മാക്സിമം 38, മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ 54ാമത്തെ പോസ്റ്റ് കൂടെ അസിസ്റ്റന്റ് മാനേജർ, മിനിമം 20 വയസ്സ്, മാക്സിമം 30, 1 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. 55 മാനേജർ IT മിനിമം 23 വയസ്സ്, മാക്സിമം 35, 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. 56 മാനേജർ IT മിനിമം 23 വയസ്സ്, മാക്സിമം 35, 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. 57 അസിസ്റ്റന്റ് മാനേജർ മിനിമം 20,
മാക്സിമം 30, 1 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. 58 മാനേജർ IT മിനിമം 23, മാക്സിമം 35, 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. 59 മാനേജർ IT മെർച്ചൻ്റ് അക്വയറിംഗ്, ഇതിൽ മിനിമം 23, മാക്സിമം 35, 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. 60 സീനിയർ മെർച്ചൻ്റ് അക്വയറിംഗ് ആണ്, ഇതിൽ മിനിമം 25, മാക്സിമം 38 ആണ്, 5 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. ഇത്രയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഏജ് കാര്യങ്ങളൊക്കെ. ഇനി ഇവിടെ ഏജ് റിലാക്സേഷൻ ഇവിടെ പറയുന്നുണ്ട്, അപ്പർ ഏജ് ലിമിറ്റിൻ്റെ ആ ഒരു ഏജ് റിലാക്സേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, ദെൻ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എക്സ് സർവീസ് മാൻ ആണെങ്കിൽ 5 വർഷം. ഇവിടെ സെലക്ഷൻ പ്രൊസീജിയറാണ്. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ നടത്തിയിട്ട് വേണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ എത്ര അപേക്ഷ വരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അവർ അത് തീരുമാനിക്കുക. ചിലപ്പം അപേക്ഷക്കനുസരിച്ചാണ് എക്സാം നടത്തേണ്ടതെന്നൊക്കെ അവർ തീരുമാനിക്കുന്നത്. ചിലപ്പം ഇൻ്റർവ്യൂ നടത്തി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാറാക്കും. ഇനി അതല്ലെങ്കിൽ എക്സാം നടത്തിയിട്ട് അതിന് ശേഷം ഇൻ്റർവ്യൂ നടത്തും. അങ്ങനെ 2 രീതിയിലും എന്താണ് അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ ആ ഒരു സ്കീം അല്ലെങ്കിൽ സ്ട്രക്ചർ പറയുന്നുണ്ട്. പ്രൊഫഷണൽ നോളജ്, അതായത് റെസ്പെക്റ്റീവ് ആ ഡൊമൈൻസിൽ 60 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 60 മാർക്ക് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 20 ക്വസ്റ്റ്യൻ, 20 മാർക്ക്. ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ ബാങ്കിങ് ഇൻഡസ്ട്രി 20 ക്വസ്റ്റ്യൻ, 20 മാർക്ക്. അങ്ങനെ 2 മണിക്കൂറാണ് അതിനുണ്ടായിരിക്കുക. ദെൻ ഇതിൻ്റെ റോങ് ആൻസറിന് 1/4 ആയിട്ടുള്ള മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് സ്കോറിംഗ് ടെസ്റ്റ് പറയുന്നുണ്ട്. അതായത് ഇപ്പം റിട്ടേൺ ടെസ്റ്റിൻ്റെ ആ ഒരു പെർഫോമൻസ് അനുസരിച്ച് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് 3 മടങ്ങാണ്. ഇപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ആ ഒരു കാറ്റഗറി ആണെങ്കിൽ 3 മടങ്ങ്, വേക്കൻസിയുടെ 3 മടങ്ങും. ഇനി റിസർവ്ഡ് ആണെങ്കിൽ അതിന് 5 മടങ്ങുള്ള രീതിയിലാണ് വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസൃതമായിട്ടായിരിക്കും ആ ഒരു കട്ട് ഓഫ് നിൽക്കുന്നത്. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ടോട്ടൽ മാർക്ക് 100 മാർക്കിന് ആയിരിക്കും ഇൻ്റർവ്യൂ വരുന്നത്. മിനിമം ക്വാളിഫയിങ് മാർക്ക് പറയുന്നുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ മിനിമം ഇപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 40%. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന SC/ST OBC PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35% മതി. ഇപ്പോൾ ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വെയിറ്റേജ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റിന് 80ഉം ഇൻ്റർവ്യൂ 20 എന്നുള്ള ലെവലിലായിരിക്കും വെയിറ്റേജ് വരിക. ഇനി ഈ ടെസ്റ്റ് നടക്കാതെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് 100% ആയിരിക്കും ഇൻ്റർവ്യൂവിന് വരിക. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ പ്രൊബേഷൻ ആൻഡ് കൺഫർമേഷൻ ആണ്. അപ്പോൾ സ്കെയിൽ 1ലേക്ക് സെലക്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 2 വർഷത്തെ ആ ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. എന്നാൽ സ്കെയിൽ 2, 3, 4ലേക്കുള്ള പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് 1 വർഷമാണ് പ്രൊബേഷൻ പീരീഡ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു പോസ്റ്റിംഗ് പ്ലേസ് നമുക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ട്രാൻസ്ഫറിനൊക്കെ നമ്മൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ബാങ്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫറിന് വിധേയമാകേണ്ടി വരും. ഇനി ഇവിടെ ഹൗ ടു അപ്ലൈ ആണ്. അപ്പോൾ അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്നതിൻ്റെ ആ ഒരു ഡെമോ വീഡിയോ നമ്മൾ വീഡിയോയുടെ അവസാനം കാണിക്കാം. അപ്പോൾ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും ഒക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫോമാറ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ അപേക്ഷാ ഫീസാണ്. അപ്പോൾ SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഇൻറ്റിമേഷൻ ചാർജ് മാത്രമുള്ള 175 രൂപയാണ്. ദെൻ മറ്റു വിഭാഗങ്ങൾക്കെല്ലാം 880 രൂപ ഫീ ഉണ്ട്. അപ്പോൾ ഫീ നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഫീ ഓൺലൈൻ മോഡ് ഓൺലി എന്ന് പറയുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫീ അടയ്ക്കാവുന്നതാണ്. പിന്നെ കോൾ ലെറ്റർ, അതായത് നമുക്ക് ടെസ്റ്റിന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനുള്ള കോൾ ലെറ്റർ ഒക്കെ നമുക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴിയോ ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ വെബ്സൈറ്റിൽ കയറി ചിലപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാം. ഈ വരുന്ന എക്സാമിനേഷൻ സെൻ്റർ ആണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ എക്സാമിനേഷൻ സെൻ്റർ ഉണ്ട്. അതിൻ്റെ ടേബിൾ PDF-ൻ്റെ അവസാന ഭാഗത്താണ് നമുക്ക് നോക്കാം. അപ്പോൾ എക്സാം ഉണ്ടാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടെസ്റ്റ് സെൻറ്റർ ഇവിടെ പറയുന്നുണ്ട് എവിടേക്കായിരിക്കും. അപ്പോൾ കേരളത്തിൽ നമുക്ക് നോക്കാം. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് കാണാം കൊച്ചി, തിരുവനന്തപുരമാണ് എക്സാം സെൻ്റർ ഉള്ളത്. അപ്പോൾ കേരളത്തിൽ 2 സ്ഥലത്താണ് എക്സാം സെൻ്റർ ഉള്ളത്, കൊച്ചിയും തിരുവനന്തപുരമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എക്സാം സെൻ്റർ കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്, അതായത് ഫോട്ടോഗ്രാഫിൻ്റെ ഒക്കെ സൈസ് കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. സിഗ്നേച്ചറിൻ്റെയും അതിൻ്റെ ഡയമെൻഷൻ 200x230 പിക്സലായിരിക്കണം. അതുപോലെ അതിൻ്റെ സൈസ് വരേണ്ടത് 20 KB-ൻ്റെ 50 KB-ൻ്റെ ഇടയിലായിരിക്കണം. ഇനി സിഗ്നേച്ചർ ആണെങ്കിൽ അതിൻ്റെ സൈസ് വരേണ്ടത് 10 KB-ൻ്റെ 20 KB-ൻ്റെ ഇടയിലായിരിക്കണം. അതിൻ്റെ ഡയമെൻഷൻ 140x60 ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഓൺലൈൻ ടൂളുമായി നിങ്ങൾക്ക് സൈസൊക്കെ റെഡിയാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എങ്ങനെ നമ്മൾ ഓൺലൈൻ അപേക്ഷിക്കണം ജസ്റ്റ് ഒന്ന് ഡെമോ കാണാം. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്ന അപ്ലൈ നൗ എന്ന് പറയുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്കായിരിക്കും, ഇന്ത്യൻ ബാങ്കിൻ്റെ ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക. അത് നമ്മൾ അപേക്ഷിക്കുന്നത് സെയിം ആ ഒരു പോസ്റ്റിനല്ലെന്ന് ഒന്ന് വിലയിരുത്താം. അതിനുശേഷം റൈറ്റ് സൈഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ
ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിവിടെ ഫില്ല് ചെയ്യാനാണ് നമ്മളുടെ ഇമെയിൽ ID, അത് മൊബൈൽ നമ്പർ, ഇതൊക്കെ നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ സേവ് നെക്സ്റ്റ് അടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഫില്ല് ചെയ്യണം, എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പ്രിവ്യൂ, അത് കഴിഞ്ഞിട്ട് 5ാമത്തെ ഘട്ടമാണ് പേയ്മെൻറ്റ്. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പേയ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഓൺലൈനായിട്ട് അപേക്ഷ നൽകാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബേസിക് ഇൻഫോ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ മറ്റ് ഫോട്ടോ സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. ദെൻ ഇതിൻ്റെ PDF അതുപോലെ ഈ അപേക്ഷിക്കേണ്ട ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ആ ഒരു ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ദെൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ഇതിനുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.